ഹായ് ഡിയേഴ്സ്, വെൽക്കം ടു എഗൺ. അപ്പോൾ നമ്മുടെ മോഡൽ എക്സാമിന് നമ്മുടെ ഫസ്റ്റ് യൂണിറ്റിൽ നിന്ന് ചോദിക്കാവുന്ന കുറച്ച് ചോദ്യങ്ങളാണ് നമ്മളിവിടെ ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ ചോദിക്കുന്നതുമാണ്, നിങ്ങൾ നിർബന്ധമായും എക്സാമിന് പഠിക്കേണ്ടതുമായിട്ടുള്ള ചോദ്യങ്ങളാണ്. ഒന്ന്, സുരേന്ദർജി മാട്ട് സാബ് കെ വ്യവഹാർ സെ ബേല കാ മൻ ബഹുത് ഖരാബ് ഹോ ഗയാ താ. അപ്പോൾ നമുക്കറിയാം മാത്സിന്റെ സാറായ സുരേന്ദർജി മാട്ട് സാബ് എങ്ങനെയാണ് ബേലയോട് പെരുമാറിയിരുന്നത്. അദ്ദേഹം നന്നായിട്ട് കുട്ടികളെ പണിഷ് ചെയ്യുന്ന ആളായിരുന്നു. അവരുടെ മുടിയൊക്കെ പിടിച്ച് അല്ലെ വല്ലാതെ അങ്ങനെ എറിയൊക്കെ ചെയ്യും, അടിക്കും. അപ്പൊ അങ്ങനെയുള്ള സാറ് ബേലയോട് ദേഷ്യപ്പെടുകയും ബേല ശരിയാക്കി എഴുതിയ കോപ്പി അത് തെറ്റാണെന്ന് പറഞ്ഞ് അവളുടെ സീറ്റിലേക്ക് എറിയുകയും ഒക്കെ ചെയ്തു. അപ്പൊ ഈ ഒരു സന്ദർഭത്തെ ആസ്പദമാക്കിയിട്ട് എന്താണ് ക്വസ്റ്റ്യൻ നോക്കൂ. സ്കൂൾ സെ ഘർ ജാത്തെ സമയ, സ്കൂളിൽ നിന്ന് വീട്ടിലേക്ക് പോകുന്ന സമയത്ത് ബേല ഇസ് ഘടന കെ ബാരേമേ, ബേല ഈ ഘടന എന്ന് പറഞ്ഞാൽ എന്താ, സംഭവം, ഈ സംഭവത്തെ കുറിച്ച് ബാത്തേ കർത്തേ ഹെ, കാര്യങ്ങളൊക്കെ സംസാരിക്കുന്നു. ഇപ്പൊ നിങ്ങൾക്ക് സ്കൂളിൽ ഒരു ഇൻസിഡന്റ് ഉണ്ടായാൽ നിങ്ങൾ തിരിച്ച് വീട്ടിലേക്ക് പോകുമ്പോൾ ഫ്രണ്ട്സുമായിട്ട് അത് ഷെയർ ചെയ്യില്ലേ, അല്ലെങ്കിൽ അങ്ങനെ ചെയ്യാൻ പാടില്ലായിരുന്നു, ഇങ്ങനെ ഒരുപാട് അഭിപ്രായങ്ങൾ ഉണ്ടാവും. സാഹിൽ ഓർ ബേല കെ ബീച്ച് കി സംഭാവിത ബാത്ചിത്, അപ്പൊ സ്വാഭാവികമായിട്ടും ബേലയ്ക്കും സാഹിലിനും ഇടയിൽ വരാവുന്ന ആ ഒരു കോൺവെർസേഷൻ ആണ് ചോദിക്കുന്നത്. നോക്കൂ, സാഹിലാണ്. ബേല തും ദുഃഖി ഹേ ക്യാ, സാഹിൽ ചോദിക്കുക നീ ഇപ്പോഴും വിഷമിച്ചിരിക്കുകയാണോ. ബേല കുച്ച് നഹി, ഒന്നുമില്ല. സാഹിൽ തും ജാൻതി ഹോന, ജാൻതി ഹെ, ജാനിന നമുക്കറിയാം, എന്താണ് ആ വേർഡിന്റെ അർത്ഥം തന്നെ, അറിയാം എന്നാണ്. നിനക്കറിയാലോ. തും ജാൻതി ഹോന, നിനക്കറിയില്ലേ. മാട്ട് സാബ് ഏസാ ഹി ഹെ, എന്താ അറിയില്ലേന്ന് ചോദിച്ചത്, സാർ ഇങ്ങനെ തന്നെയല്ലേ. ബേല മേനെ കോയി ഗൽത്തി നഹി കീത്തി, അപ്പൊ ബേല പറയും ഞാൻ ഒരു തെറ്റും ചെയ്തിരുന്നില്ലല്ലോ. സാഹിൽ ഹാ വേ ബി ജാൻതേ തേ, അവർക്കും അറിയാം, സാറിനും അറിയാം. ഇസ്ലിയെ തുമേ ചോട് ദിയ, അതുകൊണ്ടാണ് നിന്നെ ചോട് ദിയ എന്ന് പറഞ്ഞാൽ എന്താ, വിട്ടത്, അതുകൊണ്ടാണല്ലോ സാറ് നിന്നെ വിട്ടത്. ബേല മേ സച്ച് മേ ഡർ ഗയി തി, അപ്പൊ ബേല പറയാ ഞാൻ ശരിക്കും പേടിച്ചു പോയി. സാഹിൽ മേ തുമേ ദേഖ് രഹാ താ, ഞാൻ നിന്നെ കാണുന്നുണ്ടായിരുന്നു. ബേല മേരെ പാവ് കാംബ് രഹേ തേ, ബേല പറയാണ് എന്റെ കാലുകളൊക്കെ ഇങ്ങനെ വിറയ്ക്കുന്നുണ്ടായിരുന്നു. മുझे लगा कि मैं गिर जाऊंगी, എനിക്ക് തോന്നി ഞാൻ ഇപ്പം വീഴുമെന്ന്. സാഹിൽ തും ഇസ് ഘടന കോ ഭൂലോ, നീ ഈ സംഭവത്തെ അങ്ങ് മറന്നേക്കൂ എന്ന് ആര് സമാധാനിപ്പിക്കുന്നു, സാഹിൽ. അപ്പൊ ഇനി അടുത്തൊരു ചോദ്യം, जानना नहीं जानना इन शब्दों की लेखक की व्याख्या से आप कहां तक सहमत है. അറിയാം, അറിയില്ല, ഇങ്ങനെയുള്ള ലേഖകന്റെ വ്യാഖ്യാനത്തോട് നിങ്ങൾ എന്തുമാത്രം യോജിക്കുന്നു. ഹതാശ സെ ഏക് വ്യക്തി ബൈഠ് ഗയാ താ പാഠക് കെ ആധാർ പർ ലിഖെ, ഇവിടെ ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ നമ്മൾ ഡിസ്കസ് ചെയ്യുമ്പോൾ നമ്മൾ ഈ ഒരു ക്വസ്റ്റ്യൻ ഇതുപോലെ തന്നെ അല്ല നമ്മൾ പ്രതീക്ഷിക്കേണ്ടത്. ഒരു പക്ഷേ വൺ വേർഡ് ആയിട്ട് ചോദിക്കും, അതല്ലെങ്കിൽ സഹി മിലാൻ കരെ എന്ന് പറഞ്ഞുകൊണ്ടായിരിക്കാം ചോദിക്കുന്നത്. ഇനി അതുമല്ലെങ്കിലും നമ്മുടെ ഈ കവിതയുടെ ആശയം ചോദിച്ചാൽ പോലും നമുക്ക് ഈ ആൻസർ അവിടെ ഉൾക്കൊള്ളിക്കേണ്ടതാണ്. ഇതാണ് ഈ പാഠഭാഗത്തിന്റെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു മർമ്മഭാഗം എന്ന് പറയുന്നത്. അപ്പൊ ഇവിടെ നോക്കൂ, കിസി കോ ജാനനെ കാ റൂട്ടി ഹേ ഉസ്കെ നാം പത്തേ ഉംർ ഒഹ്ദെ യാ ജാതി, നമ്മൾ ഒരാളെ അറിയുന്നു എന്ന് പറയുമ്പോൾ അതിന്റെ ഏറ്റവും അറിയാമെന്ന് പറയുന്നതിന്റെ ഒരു അർത്ഥം എന്ന് പറയുന്നത് എന്താണ്, അയാളുടെ എന്തെങ്കിലും ഒരു വെയർഅബൌട്ട്സ് അറിയുന്നതിനെയാണ്. എന്നാൽ കവിക്ക് മത്മേ കിസി കോ ജാനന ഹേ തോ, പക്ഷേ കവിയുടെ അഭിപ്രായത്തിൽ ആരെയെങ്കിലും അറിയും എന്ന് പറയുന്നുണ്ടെങ്കിൽ ഉസ്കെ ജീവൻ കെ, അയാളുടെ ജീവിതത്തിന്റെ അസ്ലിയത്ത് കോ ജാനന ഹേ, അസ്ലിയത്ത് എന്ന് പറഞ്ഞാൽ യാഥാർത്ഥ്യം, ഒരാളുടെ ജീവിതത്തെ കുറിച്ച് ആ വ്യക്തിയുടെ ശരിയായ സന്തോഷം എന്താണ്, അല്ലെങ്കിൽ അയാളുടെ പ്രയാസം എന്താണ്, അയാളുടെ ഇപ്പോഴത്തെ അവസ്ഥയെ കുറിച്ച് നല്ല ബോധ്യമുള്ളതിനെയാണ് ഒരാളെ അറിയുക എന്ന് പറയുന്നത്. അവിടെ എന്തിന് സ്ഥാനമില്ല, പേരും അഡ്രസ്സും ഒന്നുമല്ല, മറിച്ച് ഒരു വ്യക്തിയെ മനസ്സിലാക്കിയോ ഇല്ലയോ എന്നാണ് ഇവിടെ കവി പറയുന്നത്. അഗർ കിസി വ്യക്തി കെ ദുഃഖ് ഹതാശ നിരാശ അസഹായത കോ നഹി ജാൻതേ തോ ഹം കുച്ച് നഹി ജാൻതേ. ഇനി നമ്മൾ ഒരു വ്യക്തിയുടെ ദുഃഖമോ ഹതാശയോ നിരാശയോ അസഹായതയോ ഇതൊന്നും അറിയുന്നില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് പറയാൻ സാധിക്കും എന്താണ്, നമുക്കൊന്നും അറിയില്ല എന്നേ പറയാൻ സാധിക്കൂ.
ഇനി നമ്മുടെ അടുത്ത ക്വസ്റ്റ്യൻ ടൂട്ടാ പഹിയ എന്ന കവിതയാണ്. ധർമ്മവീർ ഭാരതി എഴുതിയ കവിതയാണ് ടൂട്ടാ പഹിയ. ഹിന്ദിക്ക് ഇതിൽ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് നമുക്കറിയാം 4 മാർക്കിന് ചോദിക്കുന്ന കവിതയാണ്. അതല്ലെങ്കിലും ഇനി എങ്ങനെയുള്ള ക്വസ്റ്റ്യൻ അറ്റൻഡ് ചെയ്യണമെങ്കിലും ആ കവിത എന്താണെന്ന് പഠിക്കണം, കവിതയുടെ ആശയം പഠിക്കണം. ഹിന്ദിക്ക് പ്രശസ്ത പ്രയോഗവാദി കവി धर्मवीर भारती ने लिखा हुआ 7 गीत वर्ष से चुनी छोटी कविता है टूटा पहिया. इस कविता में टूटा पहिया ഈ കവിതയിൽ टूटा पहिया ആത്മകഥാ के रूप में हमें कुछ बात कहते हैं. ഇങ്ങനെ പറയാനുള്ള കാരണം എന്താ? ടൂട്ടാ പഹിയ തന്നെയാണ് നമ്മളോട് പറയുന്നത്. നേരത്തെ നമ്മൾ ഡിസ്കസ് ചെയ്തതിൽ നമ്മൾ പഠിച്ചു കവി കേത്തേ ഹെ, കവി പറയുന്നു എന്നാണ്. ഇവിടെ എന്താ? ടൂട്ടാ പഹിയ തന്നെ നമ്മളോട് പറയാണ് മുജെ ഫെങ്കോ മത്, എന്നെ നിങ്ങൾ വലിച്ചെറിയരുത്. അപ്പൊ ടൂട്ടാ പഹിയ അതിന്റെ സ്വന്തം കഴിഞ്ഞു പോയ കാര്യങ്ങളൊക്കെ ഒരു ആത്മകഥ പോലെ നമുക്ക് പറഞ്ഞു തന്നു. महाभारत युद्ध के समय अभिमन्यु कौरवों के चक्रव्यूह के अंदर निकला. കൗരവോം കി പരാജയ ഹുയി. അപ്പൊ എന്താ പറയുന്നത്? മഹാഭാരത യുദ്ധം നടക്കുന്ന സമയത്ത് കൗരവരുടെ ചക്രവ്യൂഹത്തിനകത്ത് ആര് അകപ്പെട്ടു? നമ്മുടെ അഭിമന്യു അകപ്പെട്ടു. ഇനി ആ സമയത്ത് അഭിമന്യു അകപ്പെടുന്ന സമയത്ത് കൗരവർ ഇങ്ങനെ പരാജയപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. തബി കൗരവോനെ, അപ്പൊ കൗരവർ എന്ത് ചെയ്തു? യുദ്ധനിയമങ്ങളെ ഉല്ലംഘൻ കർക്കെ, മറികടന്നുകൊണ്ട് യുദ്ധനിയമങ്ങളെയൊക്കെ മറികടന്ന് അഭിമന്യു പർ ആക്രമൺ കിയ, അഭിമന്യുവിന് നേരെ ആക്രമിക്കാൻ തുടങ്ങി. അപ്പൊ യുദ്ധത്തിനൊരു യുദ്ധമുറയുണ്ട്, നിയമമുണ്ട്, അതൊക്കെ ലംഘിച്ചുകൊണ്ട് തങ്ങളുടെ പരാജയം ഇങ്ങനെ മുന്നിൽ കണ്ടപ്പോൾ കൗരവർ എന്ത് ചെയ്തു? അതൊക്കെ അങ്ങ് മറന്നു തിരിച്ച് അവരുമായിട്ട് എങ്ങനെങ്കിലും ജയിച്ചാൽ മതി എന്ന ചിന്തയിലായി യുദ്ധം. തബ് നിഹത്തി അഭിമന്യുക്കോ, അങ്ങനെ ശരിക്കും നിരായുധനോട് അല്ലെ എന്തെടുക്കരുത്? ആയുധം എടുക്കരുത് എന്നാണ് യുദ്ധത്തിന്റെ മുറ. പക്ഷെ ഇവിടെ നിഹത്തി അഭിമന്യു, നിരായുധൻ, നിഹത്തി എന്ന് പറഞ്ഞാൽ നിരായുധനായ അഭിമന്യു ഏക് ടൂട്ടാ പഹിയാഹി ആശ്രയിത്ത, നിരായുധനായ അഭിമന്യുവിനെ ഒരു ടൂട്ടാ പഹിയ, പൊട്ടിയ ചക്രമായിരുന്നു ആശ്രയം. അന്തമേ അഭിമന്യു മാരാഗയ, അങ്ങനെ അവസാനം നമ്മുടെ അഭിമന്യു എന്തായി? മാരാഗയ, മരണപ്പെട്ടു. ഉസ് യുദ്ധമേ, ആ യുദ്ധത്തിൽ കുച്ച് ദേർ കെ ലിയെ, അല്പസമയത്തേക്കെങ്കിലും ടൂട്ടാ പഹിയാഹി അഭിമന്യു കാ സഹാരാത്ത, പൊട്ടിയ ചക്രമായിരുന്നു അഭിമന്യുവിനെ ഒരു സഹായമായിരുന്നത്. യഹാം അഭിമന്യു ശോഷിത് ജനസാധാരൻ കാ പ്രതീക് ഹെ, ഇവിടെ അഭിമന്യു എന്ന് പറയുന്നത് സാധാരണ ജനങ്ങളുടെ, പീഡനം അനുഭവിക്കുന്ന ജനങ്ങളുടെ പ്രതീകമാണ്. അന്തമേ ടൂട്ടാ പഹിയ കേത്തേ ഹെ, അവസാന കവിതയില് ടൂട്ടാ പഹിയ പറയുന്നു യദി കൽ സത്യ ഓർ അസത്യ കെ ബീച്ച്, യദി എന്ന് പറഞ്ഞാൽ എന്താ? അഥവാ നാളെ കൽ സത്യവും അസത്യവും തമ്മിൽ ഏറ്റുമുട്ടുമ്പോൾ तो क्या जाने, അപ്പൊ ആർക്കറിയാം? ഹമേ ബി ടൂട്ടാ പഹിയേക്ക സഹാര ന മിലെ, നമുക്കും ടൂട്ടാ പഹിയയുടെ സഹായം കിട്ടുമോ ഇല്ലയോ എന്ന് നമുക്ക് പറയാൻ പറ്റില്ല എന്നാണ് ടൂട്ടാ പഹിയ നമ്മളോട് പറയുന്നത്. നാളെ ഒരു പക്ഷേ നിങ്ങൾക്കും എന്നെ ആവശ്യപ്പെട്ടേക്കാം. കാരണം എന്താണ്? അന്നും സത്യവും അസത്യവും തമ്മിലായിരുന്നു യുദ്ധം, ഇന്നും സത്യവും അസത്യവും നമ്മുടെ സമൂഹത്തിൽ ഉണ്ട് എന്നാണ് ടൂട്ടാ പഹിയ പറയുന്നത്. ഇസ്ലിയേ, അതുകൊണ്ട് ടൂട്ടേ ഹുവേ പഹിയേക്കോ ഫേങ്കോ മത്, അതുകൊണ്ട് അവസാനമായിട്ട് കവിതയുടെ അവസാനം ടൂട്ടാ പഹിയ പറയാണ് അതുകൊണ്ട് നിങ്ങൾ എന്നെ വലിച്ചെറിയണ്ട, ഇനിയും സത്യവും അസത്യവും തമ്മിൽ ഒരു പക്ഷേ ഏറ്റുമുട്ടിയേക്കാം എന്നാണ് ഈ കവിതയിൽ പറയുന്നത്. അപ്പൊ നമ്മളിപ്പോൾ ഡിസ്കസ് ചെയ്ത ഇത്രയും ക്വസ്റ്റ്യൻസ് നിങ്ങൾ പഠിച്ചു എന്ന് ഉറപ്പുവരുത്തുക. ഇനി മറ്റൊരു വീഡിയോയുമായി കാണാം. അതുവരേക്കും ബൈ.